ചുരത്തില് KSRTC ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച ഒരു അപകടമുണ്ടായി. ബസ് യാത്രികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 33 പേരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചുരം 6-7 വളവുകൾക്കിടയിലാണ് ഈ അപകടമുണ്ടായത്. ചുരത്തിൽ ഭാഗികമായി ഗതാഗത തടസ്സവുമുണ്ട്. രതീഷ് വിവരങ്ങളുമായിട്ടുണ്ട്. രതീഷ്, യാത്രക്കാരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? എപ്പോഴായിരുന്നു അപകടം? എന്താ സംഭവിച്ചത്? സേതു, രാവിലെ 7:30 കൂടിയായിരുന്നു ഈ അപകടം. വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന KSRTC ബസ്സും അങ്ങോട്ട് മറുഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിലുണ്ടായ പരിക്കുകളാണ്. അതിസാരമായ പരിക്കുകൾ അധികമില്ല. എന്നാലും ചില ഗുരുതരാവസ്ഥയിലുള്ള ചില ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 5 പേർ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബാക്കി 33 പേരാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. എന്തായാലും സാരമായ പരിക്ക് ഈ കമ്പിയിലും മറ്റും തട്ടിയും മറ്റും തലയ്ക്കും കൈകാലുകൾക്കും ഉണ്ടായ ചെറിയ പരിക്കുകൾ ഒഴിച്ചാൽ അതീവ ഗുരുതരമായ തരത്തിലുള്ള പരിക്കുകളില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരം പ്രശ്നമുള്ള ആളുകളെ മാത്രമാണ്, ഈ 5 പേരെ മാത്രമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ മറ്റ് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ഒക്കെയായി 35ഓളം പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചുരത്തിൽ ഭാഗികമായി ഗതാഗത തടസ്സം ഉണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള അപകടങ്ങളില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായും നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും ചികിത്സയിലാണ്. ശരി രതീഷ്, അത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. അപകടം നടത്തെങ്കിലും ആരുടെയും പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പിന്നെ ഈ ചുരം വഴി യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് അവിടെ ചെറിയ ഗതാഗത തടസ്സം ഉണ്ട് കേട്ടോ. ഈ അപകടത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ചെറിയ ഗതാഗത തടസ്സമുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കൂ ഇറങ്ങുന്ന സമയത്ത്. അല്ലെങ്കിലേ അവിടെ എപ്പോഴും ഈ ഗതാഗത കുരുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഗതാഗത തടസ്സം നേരിട്ടേക്കാം. ഇനി